2022 ഓൾറെഡി രജിസ്ട്രേഷൻ ഒക്കെ NIC ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 10-ാം തീയതി ആയിരുന്നു അല്ലെ. പറഞ്ഞ പോലെ തന്നെ 2025 ഒക്ടോബർ മാസത്തില് പരീക്ഷ എഴുതി അതിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടാവാം. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നിങ്ങൾ 2026 ഏപ്രിൽ മാസത്തിലെ പരീക്ഷയിലൂടെ എഴുതിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചേ, നിങ്ങൾ 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും ഒന്ന് നമ്മുടെ പബ്ലിക് എക്സാമും. അപ്പൊ ഇവിടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമുക്കറിയാം സീറ്റ് ബുക്ക് ചെയ്ത് എഴുതുന്ന എക്സാം ആണ്. 4 ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രം ഉള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ എഴുതിയെടുക്കുന്ന എക്സാം ആണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ. സോ അത് നമുക്കറിയാം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളാണ് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ അതിന്റെ സൈറ്റ് ഒക്കെ ഓപ്പൺ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഞാനായിട്ട് ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചില കുട്ടികളെ 2026 ഏപ്രിലിൽ പബ്ലിക് എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ട്. അതായത് ഈ റിസൾട്ട് വന്നതിന് ശേഷം പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ വരുന്ന പബ്ലിക് എക്സാമിലൂടെ എഴുതിയെടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുന്ന ചില കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2026 ഏപ്രിലേക്ക് പരീക്ഷ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മിസ് ഇപ്പൊ പരീക്ഷ ഫീസ് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾഡ് ബാച്ചിലുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ 2024-ലോ 3-ലോ 2022-ലൊക്കെ ഓൾറെഡി രജിസ്ട്രേഷൻ ഒക്കെ NIC ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും ഈ 2026 ഏപ്രിലെ പരീക്ഷ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കത്തില്ല. കാരണം അതിന്റെ ടൈം കഴിഞ്ഞു പോയി. നമുക്കറിയാലോ എന്തായിരുന്നു എന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 10-ാം തീയതി ആയിരുന്നു അല്ലെ. അതായത് 2026 ജനുവരി 10 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2026 ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. അതായത് ഇതുവരെ NIC പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല. ആദ്യമായിട്ട് NIC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ. അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ 2026 ജനുവരി 10 ആയിരുന്നു അതിന്റെ ടൈം. സോ ആ ഒരു സൈറ്റ് ആ സൈറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇപ്പോൾ നമുക്ക് ആർക്കാണ് പരീക്ഷ ഫീസ് അടയ്ക്കാൻ സാധ്യമാവുക? അത് ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2025 ഒക്ടോബർ മാസത്തില് പരീക്ഷ എഴുതി അതിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 2026 ഏപ്രിലേക്ക് ഈ പരീക്ഷയുടെ ഫീസ് അടയ്ക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ ചില കുട്ടികള് 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല എന്ന് വരാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ വരുന്ന 2026 ഏപ്രിലിൽ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇപ്പോഴാണ് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി റിസൾട്ട് വന്നതിന് ശേഷം ഏതെങ്കിലും വിഷയങ്ങൾ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതണം എന്ന നിശ്ചയത്തോടു കൂടി പരീക്ഷ ഫീസ് അടച്ചു, പക്ഷെ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പരീക്ഷ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക? വരുന്ന 2026 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പരീക്ഷ ഫീസ് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് വിത്തൗട്ട് ഫൈൻ, അതായത് ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് സ്വീകരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2026 ജനുവരി 13 മുതൽ 2026 ജനുവരി 22 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ ഫീസ് ഫൈൻ ഇല്ലാതെ അടയ്ക്കാൻ സാധിക്കും. അതായത് ഈ പരീക്ഷയുടെ
പരീക്ഷാ ഫീസ് ഫൈൻ ഇല്ലാതെ അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആണ്. എന്ന് വരെ ഉണ്ട്? 2026 ജനുവരി 22 വരെ. അപ്പൊ 22 വരെ ഒന്നും നോക്കണ്ട, ഒരു 20-ാം തീയതി ഒക്കെ ആവുമ്പോഴത്തേന് എല്ലാവരും പരീക്ഷാ ഫീസ് അടച്ചു കഴിയാനായിട്ട് നോക്കാം. ഇനി ചില വിദ്യാർത്ഥികള് ഈ വാർത്തകൾ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഏതെങ്കിലും ഒക്കെ ഒരു സമയത്തായിരിക്കും എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, നമുക്ക് ഫൈനോട് കൂടിയും പരീക്ഷ ഫീസ് അടയ്ക്കാൻ സാധിക്കും. കാരണം ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആണ്, അല്ലെങ്കിൽ ഈ ഫൈൻ ഇല്ലാതുള്ള ഡേറ്റുകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഫൈനിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഫൈനോട് കൂടി, അതായത് നമുക്ക് നോർമൽ പരീക്ഷ ഫീസ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു വിഷയത്തിന് നമുക്ക് 300 രൂപയാണ് വരുന്നത് അല്ലെ, തിയറി വിഷയത്തിന് 300 രൂപയാണ് പരീക്ഷ ഫീസ് വരുന്നത്. അതിന്റെ കൂടെയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഒക്കെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ 150 രൂപ പ്രാക്ടിക്കലിന്റെ പരീക്ഷ ഫീസും കൂടെ വരുന്നുണ്ട് അല്ലെ. ഇനി അപ്പൊ ഒരു ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ പരീക്ഷ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ 450 രൂപ പ്ലസ് സർവീസ് ചാർജ് ആണ് അടയ്ക്കുന്നത്. പ്ലസ് അതിന്റെ കൂടെ ഫൈനോട് കൂടിയാണെങ്കിലോ ഈ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ നമുക്ക് ഫൈൻ 150 രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്റ്റും 150 രൂപ ഫൈനോട് കൂടി നിങ്ങൾക്ക് എന്ത് അടയ്ക്കാൻ പറ്റും? 2026 ജനുവരി 23 മുതൽ 2026 ജനുവരി 27 വരെ എന്താണ് ഈ 150 രൂപ ഫൈനോട് കൂടിയാണ് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞാൽ സൂപ്പർ ഫൈൻ ആയിരിക്കുകയാണ്. അതെങ്ങനെയാണ്? അതായത് പരീക്ഷ ഫീസ് നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ 1600 രൂപ എക്സ്ട്രാ അടച്ചുകൊണ്ട് നമുക്ക് 2026 ജനുവരി 28 മുതൽ 2026 ഫെബ്രുവരി 1 വരെ നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാം. അപ്പൊ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഫൈൻ ഇല്ലാതെയുള്ള ഡേറ്റുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫൈനിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. എന്തിനാ നമ്മൾ അഡീഷണൽ ഫീസ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 2026 ജനുവരി 22 മുൻപായിട്ട് എല്ലാ കുട്ടികളും സേ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കുട്ടികളും നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് മുന്നോട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ നോക്കണ്ട, കാരണം അത് ഫൈനും സൂപ്പർ ഫൈനും ആണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഫൈൻ ഇല്ലാതെ തന്നെ എല്ലാ കുട്ടികളും പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പരീക്ഷ ഫീസിനെ സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ്. സോ നിങ്ങൾ എന്തായാലും ഫൈൻ ഇല്ലാതെയുള്ള ഡേറ്റുകൾ നോക്കി പരീക്ഷ ഫീസ് അടയ്ക്കുക. പരീക്ഷ ഫീസ് അടച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടുന്ന് പരീക്ഷ ഫീസ് അടച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട്. അതിപ്പോ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് അടച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ നമ്പർ എന്റെ നമ്പറാണ്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തായാലും ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുന്നവർ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുക. ഇനി അതല്ല പബ്ലിക് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണ് പബ്ലിക് എക്സാം എഴുതുക. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പബ്ലിക് എക്സാമിന്റെ സേ പരീക്ഷയുടെ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്രകാരമാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NIS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.